നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യന്റെ ഡിസ്കഷനാണ് ഇന്ന് ഭാഗം 58. ഇതിനു മുന്നേയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുതലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, സർക്കാർ അഞ്ചൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ആര്? സർക്കാർ അഞ്ചൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ ഒരു പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത് ആരാണ്? ടി മാധവറാവു ആണ്. ടി മാധവറാവു. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ സിംഹവാലൻ കുരങ്ങനെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങനെ സംരക്ഷിക്കുന്നത്. കൂനൂർ ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രമാണ്? കൂനൂർ ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രമാണ്? തമിഴ്നാട്. ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത നായയുടെ പേരെന്താണ്? ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത നായയുടെ പേരാണ് ലൈക്ക. ലൈക്ക എന്ന നായ്ക്കുട്ടി. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ സ്പിരിറ്റ് ആണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ സ്പിരിറ്റ്. കനിഷ്കന്റെ കൊട്ടാരം വൈദ്യൻ ആരാണ്? ചരകൻ. ചരകനാണ് കനിഷ്കന്റെ കൊട്ടാരം വൈദ്യൻ. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. കമ്പ്യൂട്ടറുകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണമാണ് മൗസ്. കങ്കാരുവിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. കണിയംകുളം യുദ്ധം ഏത് വർഷത്തിലാണ് നടന്നത്? കണിയംകുളം യുദ്ധം ഏത് വർഷത്തിലാണ് നടന്നത്? AD 1634. AD 1634 കണിയംകുളം യുദ്ധം നടന്നത്. കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് പോളിഗ്രാഫ്. കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം ഏതാണ്? പോളിഗ്രാഫ് ആണ്. വയനാട് ജില്ലയിലെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകവും പൂക്കോട് തടാകമാണ്. ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തെലുങ്ക് ഭാഷയാണ് ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ. വരാഹമീരൻ ആരുടെ സദസ്യനായിരുന്നു? ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ സദസ്യനായിരുന്നു വരാഹമീരൻ. ഇന്ത്യയിൽ പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം 1991-92 കാലഘട്ടത്തിലാണ് പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ചത്. PSC ഉത്തരം 1992 ആണ്. ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ആരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. കോൺഗ്രസ് ഇതര സർക്കാരിന്റെ കാലത്ത് ഭാരതരത്ന നേടിയ ആദ്യ നേതാവ് ആരാണ്? കോൺഗ്രസ് ഇതര സർക്കാരിന്റെ കാലത്ത് ഭാരതരത്ന നേടിയ ആദ്യ നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്ന നഗരമാണ് മുംബൈ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ്? മുംബൈ ആണ്. കളിമൺ പാത്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ്. കളിമൺ പാത്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ചൈന. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച് ആണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം. മഹാനായ അലക്സാണ്ടറുടെ മാതാവാണ് ഒളിമ്പിയസ്. അഹുദ മസ്ദയും അഹ്രിമാനും നന്മയെയും തിന്മയെയും പ്രതിനിധാനം ചെയ്യുന്ന മതമാണ് പാഴ്സി മതം. അഹുദ മസ്ദയും അഹ്രിമാനും നന്മയെയും തിന്മയെയും പ്രതിനിധാനം ചെയ്യുന്ന മതം ഏതാണ്? പാഴ്സി മതമാണ്. കാമസൂത്രം രചിച്ചത് ആരാണ്? വാത്സ്യായനനാണ് കാമസൂത്രം രചിച്ചത്. വാത്സ്യായനൻ. കായ്കൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം ഏതാണ്? വാഴയാണ് കായ്കൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം. ഇന്ത്യൻ സിനിമയിലെ പ്രഥമ വനിത എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നർഗീസ് ദത്താണ് ഇന്ത്യൻ സിനിമയിലെ പ്രഥമ വനിത എന്ന് അറിയപ്പെടുന്നത്. കായം ഏതിനത്തിൽ പെടുന്ന വസ്തുവാണ്? കായം റെസിൻ ആണ്. റെസിൻ. വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്?
അസ്കോർബിക് ആസിഡ് എന്നതാണ് വൈറ്റമിൻ സിയുടെ രാസനാമം. ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസിയാണ്. ഔഷധികളുടെ മാതാവ് ഏതാണ്? തുളസിയാണ്. വംഗബന്ധു എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. വംഗബന്ധു അല്ലെങ്കിൽ ബംഗബന്ധു ബംഗ്ലാദേശുകാരനായ ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. കബീറിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് രാമാനന്ദനാണ്. കബീറിന്റെ ഗുരു രാമാനന്ദൻ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഏതാണ്? ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ആണ്. കേരള തീരത്ത് ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് എന്ന് പറഞ്ഞത് ആര്? ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ പൂച്ച കാർബൺ കോപ്പിയാണ്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ പൂച്ചയുടെ പേരെന്താണ്? കാർബൺ കോപ്പി എന്നതാണ്. കാർബൺ കോപ്പി. അടുത്ത ചോദ്യം, സാധാരണമായി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആണ് സാധാരണമായി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ. ഏതാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ആണ്. ഗാന്ധി സിനിമയുടെ സംഗീത സംവിധായകൻ ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ ആണ് ഗാന്ധി സിനിമയുടെ സംഗീത സംവിധായകൻ. ഗ്രാമി അവാർഡും ഭാരതരത്നവും നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനാണ് പണ്ഡിറ്റ് രവിശങ്കർ. ഏക ഇന്ത്യൻ സംഗീതജ്ഞൻ. കാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം 1946. കാൻ ഫിലിം ഫെസ്റ്റിവൽ 1946 ആരംഭിച്ചത്. കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാണ്? നെഹ്റു ആണ് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത്. ഏത് മതവിഭാഗത്തിന്റെ ആചാരമാണ് യോം കിപ്പൂർ? യഹൂദ മതത്തിന്റെ ആചാരമാണ് യോം കിപ്പൂർ. യഹൂദ. ഏത് വർഷം മുതലാണ് മൊത്തം സാഹിത്യ സംഭാവനകൾ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത്? 1982 മൊത്തം സാഹിത്യ സംഭാവനകൾ സമഗ്ര സംഭാവന പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് 1982. അടുത്ത ചോദ്യം, ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു രാജ്യത്ത് 6 അടി മണ്ണ്. ഒരു സ്വതന്ത്ര രാജ്യത്ത് 6 അടി മണ്ണ് എന്ന് പറഞ്ഞത് ആരാണ്? മൗലാന മുഹമ്മദ് അലി ആണ് ഇങ്ങനെ പറഞ്ഞത്. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് 6 അടി മണ്ണ് എന്ന് പറഞ്ഞത് മൗലാന മുഹമ്മദ് അലി ആണ്. അടുത്ത ചോദ്യം, കന്നഡയിലെ പുതുവർഷം ഉഗാദിയാണ്. കന്നഡയിലെ പുതുവർഷം അറിയപ്പെടുന്നത്. കന്നഡയിലെ പുതുവർഷം ഉഗാദി. സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥമാണ് സീസിയം. അപ്പോൾ സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം ഏതാണ്? സീസിയം ആണ്. കലാമൈൻ ഏതിന്റെ അയിരാണ്? ഇമ്പോർട്ടന്റ് ആണ്. സിങ്ക് അഥവാ നാഗത്തിന്റെ അയിരാണ് കലാമൈൻ. കലാമൈൻ സിങ്ക് അഥവാ നാഗത്തിന്റെ അയിരാണ്. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ ആരാണ്? SK പൊറ്റക്കാടാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക മലയാളിയാണ് ജോൺ മത്തായി. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ആരാണ്? ജോൺ മത്തായി ആണ്. കോങ്കോ റിപ്പബ്ലിക്കിന്റെ സ്ഥാപക നേതാവാണ് പാട്രിസ് ലുംബുംബ. അപ്പോൾ പാട്രിസ് ലുമുംബയാണ് കോങ്കോ റിപ്പബ്ലിക്കിന്റെ സ്ഥാപക നേതാവ്. ലുമുംബ. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിരയുടെ പേരാണ് പ്രൊമിത്തിയ. നേരത്തെ ആദ്യ പൂച്ചയുടെ പേര് പറഞ്ഞു, കാർബൺ കോപ്പി എന്നതാണ്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിരയുടെ പേരെന്താ? പ്രൊമിത്തിയ എന്നതാണ്. ഗോവാലിയ ടാങ്ക് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്ന പേരിലാണ് ഗോവാലിയ ടാങ്ക് അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ ആണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ, ഇന്ത്യൻ സിനിമയുടെ പിതാവ്. അടുത്ത ചോദ്യം, അലഹാബാദ് നഗരത്തിന്റെ സ്ഥാപകൻ ആരാണ്? അലഹാബാദ് നഗരത്തിന്റെ സ്ഥാപകനാണ് അക്ബർ. അവസാനത്തെ സുംഗ രാജാവാണ് ദേവഭൂതി. അവസാനത്തെ സുംഗ രാജാവ് ആരാണ്? ദേവഭൂതിയാണ്. മുത്തശ്ശി ആരുടെ കൃതിയാണ്? ഇമ്പോർട്ടന്റ് ആണ്. മുത്തശ്ശി ആരുടെ കൃതിയാണ്? ബാലാമണി അമ്മയുടെ കൃതിയാണ് മുത്തശ്ശി.
മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പഴയ പേര് ജൂന രാജകുമാരൻ. ഇമ്പോർട്ടന്റ് ആണ്. ജൂന രാജകുമാരൻ എന്നാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പഴയ പേര്. മുംതാസ് മഹലിന്റെ യഥാർത്ഥ പേര് അർജു മാന്ദ് ബാനു ബീഗം. അർജു മാന്ദ് ബാനു ബീഗം. അർജു മാന്ദ് ബാനു ബീഗം എന്നതാണ് മുംതാസ് മഹലിന്റെ യഥാർത്ഥ പേര്. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടത് ടി പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടത്. ആരുടെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്? ജോർജ് രാജാവിന്റെ സ്മരണയ്ക്കാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. ആസൂത്രിതമായി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. ആസൂത്രിതമായി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ്. EK നായനാരുടെ പൂർണ്ണനാമം എന്താണ്? ഏറമ്പാല കൃഷ്ണൻ നായനാർ. ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്നതാണ് EK നായനാരുടെ പൂർണ്ണനാമം. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. ഏത് വിഷയത്തിലാണ് ഏറ്റവും ഒടുവിൽ നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത്? ഇക്കണോമിക്സിലാണ് ഏറ്റവും ഒടുവിൽ നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സാരംഗദേവനാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് സ്ഥാപിച്ചത് CV രാമനാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് സ്ഥാപിച്ചത് ആരാണ്? CV രാമനാണ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ബാലഗംഗാധര തിലകിനെ വാലന്റീൻ ഷിറോൾ ആണ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത് 1938. ലാറ്ററൻ ഉടമ്പടി പ്രകാരം 1929 നിലവിൽ വന്ന രാജ്യമാണ് വത്തിക്കാൻ. അപ്പോൾ ലാറ്ററൻ ഉടമ്പടി പ്രകാരം 1929 നിലവിൽ വന്ന രാജ്യം ഏതാണ്? വത്തിക്കാനാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ പ്രസിഡന്റ് മുഖ്യമന്ത്രിയാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ പ്രസിഡന്റ് ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ആദ്യമായി 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ സ്പീക്കറാണ് M വിജയകുമാർ. അപ്പൊ കേരളത്തിൽ ആദ്യമായി 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ സ്പീക്കറാണ് M വിജയകുമാർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവനുള്ള വസ്തുവാണ് വണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവനുള്ള വസ്തു ഏതാണ്? വണ്ടാണ്. രാജാ കേശവദാസ് തിരുവിതാംകൂർ ദിവാനായത് ഏത് വർഷത്തിൽ? AD 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന സമയത്താണ് രാജാ കേശവദാസ് തിരുവിതാംകൂർ ദിവാനായത്. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ് ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത്. കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷം 1961 കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നത്. കുറച്ച് ഫാക്ട്സ് ആണ്. ഇതിന്റെ എല്ലാം ഉത്തരം 30 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 30 വയസ്സാണ് രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം. അമേരിക്കയിൽ സെനറ്റ് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും 30 വയസ്സാണ്. ഭൂമിയുടെ കരഭാഗത്തിന്റെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് ഏഷ്യ? അപ്പൊ 30% ഏഷ്യയാണ് ഭൂമിയുടെ കരഭാഗത്തിന്റെ. ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്? ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് രേഖാംശങ്ങൾ തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. അടുത്ത ഫാക്ട്, ഒരു പ്രദേശത്ത് കുറഞ്ഞത് എത്ര വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് അവിടുത്തെ കാലാവസ്ഥ? 30 വർഷമായി അനുഭവപ്പെടുന്ന അവിടുത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു മാമാങ്കം? 30 ദിവസം. അതായത് 2 ദിവസങ്ങളും കൂടെ ആഡ് ചെയ്ത് പുഷ്യമാസത്തിലെ പൂയം മുതൽ മാഘമാസത്തിലെ മകം വരെ, അങ്ങനെയാണ് 30 ദിവസം എന്ന് കണക്കാക്കുന്നത്. ഓക്കെ. 2 സമയമേഖലകൾ തമ്മിൽ എത്ര മിനിറ്റ് വ്യത്യാസമുണ്ട്? 2 സമയമേഖലകൾ തമ്മിൽ 30 മിനിറ്റിന്റെ വ്യത്യാസമാണ് ഉള്ളത്. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റി, അപ്പോൾ പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30 അംഗങ്ങളാണ്. നിയമസഭയുടെ ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അപ്പോൾ നിയമസഭയുടെ ഉപരിസഭ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. നിയമസഭയുടെ ഉപരിസഭ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അതിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മണിക്കൂർ എത്ര ഡിഗ്രി തിരിയും? 30 ഡിഗ്രിയാണ്. അതായത്
1 മിനിറ്റിൽ അര ഡിഗ്രി. അപ്പോൾ 60 മിനിറ്റിൽ എത്രയാണ്? 30 ഡിഗ്രിയാണ് തിരിയുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ എത്ര ദിവസത്തിനുള്ളിൽ വിവരം ലഭ്യമാക്കണം? 30 ദിവസത്തിനുള്ളിൽ വിവരം ലഭ്യമാക്കണം. 2012 ലണ്ടനിൽ നടന്നത് എത്രാമത് സമ്മർ ഒളിമ്പിക്സ് ആണ്? 30ാമത് സമ്മർ ഒളിമ്പിക്സ് ആണ് 2012 ലണ്ടനിൽ നടന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി വിപണി സൂചികയായ BSE സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണം 30. അവസാനത്തെ ചോദ്യം, ഗാന്ധിജി ആകെ എത്ര ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്? 30 ഉപവാസങ്ങളാണ് ഗാന്ധിജി ആകെ അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസ് നമ്മൾ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്